Hello guys, welcome to Leisure and Co. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നണേ, നോക്കട്ടെ. അതെനിക്കിത് ഔട്ട് കാണാതെ പറയാനും പറ്റത്തില്ല, അതാണ് രസം. നമ്മൾ ഇന്ന് ഒരു ഷോപ്പിംഗ് ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണ് കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാനുണ്ട്. ഇവിടെ അടുത്തൊരു ഡിമാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. കുറേ ഓഫറുകളും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ആട്ടോ. നല്ല ഒരു സൂപ്പർ മാർക്കറ്റ്. പോകുന്ന വഴിക്ക് നിറച്ചും ഒന്നും കാണിക്കാനൊന്നുമില്ല. നമ്മൾ മൊത്തം ബ്ലോക്ക് മാത്രമേ കാണിക്കാനുള്ളൂ. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ ബാലൻസ് നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ പോണ വഴിക്ക് PUC വണ്ടിയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയേക്കുക. അപ്പോൾ ഇവിടെ നിന്ന് അത് എടുത്തിട്ട് നമുക്ക് പോകണം. അങ്ങനെ നമ്മുടെ പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റാണ് ഇതായിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഏത് സൈഡിലേക്ക് നോക്കിയാലുണ്ടല്ലോ ഏതെങ്കിലും ഒരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്ന കാണാം, പുതിയത്. അതായത് ഇത് പണിതുകൊണ്ടിരിക്കുക. നാട്ടെ ഇവിടെ എന്താണ്ടും പണിയുക. ഇത് വേറെ എന്തോ അതിൻ്റെ അപ്പുറത്ത് ദൈവം പണിതുകൊണ്ടിരിക്കുന്ന കാണാം. അങ്ങനെ എല്ലാ വർഷത്തും എന്തെങ്കിലുമൊക്കെ പണിതുകൊണ്ടിരിക്കുക. നാട്ടെ വേറെ പണിതുകൊണ്ടിരിക്കുക അപ്പുറത്ത്. അതുകൊണ്ട് അവിടെ വേറെ പണി. ഇതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുക മുംബൈ. അങ്ങനെ നമ്മൾ ഡിമാർട്ടിൻ്റെ അവിടെ ഇത് കണ്ടത്, അതാ ഡിമാർട്ടിൻ്റെ ലോഗോ കണ്ടോ. നമ്മൾ ഇവിടെ നിന്ന് അകത്തേക്ക് കയറും. പാർക്കിംഗ് ഈ ഏരിയ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് കയറിയിട്ട് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ നിങ്ങളെ അകത്തേക്ക് കാണിച്ചു തരാം. വെൽക്കം ടു ഡിമാർട്ട്, വേ ടു ഡിമാർട്ട്, ദിസ് വേ. ഇവരുടെ ഗോഡൗണിൻ്റെ ഏരിയ കേട്ടോ ഇത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇവരുടെ ഗോഡൗണിൻ്റെ ഏരിയ. ഇവിടെ നോക്കിയാൽ കാണാം. അതെ, അങ്ങനെ നമ്മൾ 2 വീലർ പാർക്കിങ്ങിൻ്റെ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഇതാണ് ഡിമാർട്ടിൻ്റെ പുറം വശം. ഇനി അകം വശം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഇത് കണ്ടോ, സോഫ്റ്റിക്ക് 15, പക്ഷേ ഇവിടുത്തെ സോഫ്റ്റ് കൊള്ളത്തില്ല. പോപ്കോൺസ് എന്നെ മാടി വിളിക്കുന്നു, പോകുന്നില്ല. ഞാൻ ഇങ്ങനൊരു ഹാൻഡ് ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് പഞ്ച് ചെയ്യിക്കണം, എന്നിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറിപ്പോകാൻ. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇവിടെ വാക്ക് ചെയ്ത് അകത്തേക്ക് കയറി. അതൊരെണ്ണം എടുക്കുന്നതല്ല, ഇതെടുത്തേക്കാം. ഇവിടുത്തെ തിരക്ക് കണ്ടോ, പക്ഷേ ഇത് ഇത്രയും തിരക്കൊന്നും അല്ല കേട്ടോ. ഇതിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ എപ്പോഴും ഉള്ളതാണ്. ഇപ്പോൾ തിരക്ക് കുറവാണ്. ഇത് തന്നെ 469 ആണ്. ഡിമാർട്ടിൻ്റെ പ്രൈസ് കണ്ടോ, 359. ഇതൊരെണ്ണം എടുത്താലോ ബൂസ്റ്റ് 50 ഗ്രാം ഫ്രീ ഉണ്ട്. എടുക്കാം. ആദ്യം നമ്മൾ ബൂസ്റ്റ് എടുത്തു. രണ്ടാമത് ഇത് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെല്ലോക്സിൻ്റെ ഏതെങ്കിലും. പക്ഷേ ഇത് വേണ്ട. പൊരി, നമ്മുടെ പൊരി ആയിരിക്കുന്നത് കണ്ടോ, പ്രീമിയം മുറുമുറ പൊരി 60 രൂപ, അല്ല 46 രൂപ 50 പൈസ. നമുക്കിത് 2 എടുക്കാം. ഇതിന് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആണ്. 82 റുപ്പീസ് ഫോർ ബോത്ത്. അത് ഇട്ടേക്കാം. അപ്പം അങ്ങേറ്റത്തൊക്കെ ഉണ്ട് കേട്ടത്. നല്ല വലിയ സ്ഥലമാണ്. ഇതുണ്ടോ, ലേഡീസിൻ്റെ ഫോമൽ ടോപ്പുകളുണ്ട്. ഇതിലേതെങ്കിലും 2-3 നമുക്ക് എടുക്കാം. നിങ്ങൾ ഷൂസ് ഏതെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇതുപോലത്തെ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയായിരുന്നേ ലൈറ്റൊന്നും തെളിയരുത്. ലൈറ്റൊക്കെ തെളിഞ്ഞ് ഞാൻ ബെറാക്കിയുടെ ഷൂ പോലെ ആയിപ്പോൾ. ഇവിടെ കുറേ ഷോ ഉള്ളതുകൊണ്ട് ഏതാ എടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ട് കുറേ. നോക്കട്ടെ, ഞാനൊരു ഷൂ എടുത്തു കേട്ടോ, അതാണ്ടായിരിക്കുന്നു. ഒരു ബെൽറ്റ് അവൾക്ക് വേണ്ടിയാണ്. നോക്കട്ടെ. ഇനി ആണുങ്ങളുടെ താങ്ങും തണലും തപ്പി നടക്കുക ഞങ്ങൾ. ആ താങ്ങും തണലും എവിടെയാണ്? ഇവിടെ ഉണ്ട്. അതെ, എവിടെ താങ്ങും തണലും കിട്ടി. താങ്ങും തണലും കണ്ടു. ഇത് ഒരു പിടി 10 രൂപ അങ്ങനെ ആയിരിക്കും അല്ലേ? ഇതല്ല, അത് ഇതാണോ? ഷോർട്സ് അല്ലല്ലോ, ബനിയനല്ലേ? അതല്ല വേണ്ട. ആ, അതാ 85. ഞാൻ നമ്മുടെ ബെറാക്കിക്ക് ജീൻസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഇത് കണ്ടോ, ഞാനൊരു സാധനം കാണിച്ചാൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. ഇതെനിക്ക് വലിയ കുഴപ്പമില്ല, അങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ മഞ്ഞ വരെ പോട്ടെന്ന് വെക്കാം. ഇത് കണ്ടോ, ഇത് വലിയ കുഴപ്പമില്ല. ഇത് കണ്ടോ, വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതിങ്ങനെ തുറന്ന് കഴിയുമ്പോൾ താണ്ടേ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രിൻ്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രിൻ്റ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനിത് എടുത്തേനെ. കുറേ ഡ്രസ്സുകൾ എടുക്കാൻ നേരത്ത് അങ്ങനെ ഒരു സംഭവം പറ്റും.
ഇങ്ങനെ കുറേ സാധനങ്ങൾ വരും. ഇത് ഒഴിവാക്കിയ ഇത് നല്ലൊരു അടിപൊളി സാധനമാണ്, എന്നാൽ അവരെ ഒഴിവാക്കത്തുമില്ല. ഇങ്ങനെ അനുഭവം വന്നിട്ടുള്ളവർ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം എടുത്ത് വരുമ്പോഴത്തേനും ഇങ്ങനെ ഒരു സാധനം അങ്ങനെ വരും അതിൻ്റെ അകത്ത്. ഇത് വീഡിയോയിലകത്ത് കാണുമ്പോൾ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ലെങ്കിലും എന്നിട്ടും പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഭയങ്കര മോശമായത്, ഒരു ക്വാളിറ്റി ഇല്ലാതെ അടിച്ചു വെച്ചാണ്. എന്ത് പറയാനാന്ന് പറ. അടുത്തത് കണ്ട, അടുത്ത സാധനം. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. കുറച്ച് സാധനം എടുത്തോളൂ, അധികം എടുത്തില്ല. പക്ഷെ എന്നാലും പക്ഷെ സമയം കണ്ടോ, രാത്രിയായി. നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് അങ്ങനെ പതുക്കെ കഴിഞ്ഞ് കേട്ടോ. നമ്മൾ പതുക്കെ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങുക. ഇനി വീട്ടിൽ ചെന്നിട്ട് ഇതെല്ലാം പാക്ക് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അവിടെ അധികം ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാം കാണിക്കണമെന്നുണ്ടായിരുന്നേ, പക്ഷേ ഉണ്ടല്ലോ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഉള്ളത് വെച്ച് ഓണം പോലെ ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. ഞങ്ങളങ്ങനെ വന്ന് രാഹുൽ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട് ഇവിടെ. ഞങ്ങൾ അവിടെ കയറിയിരിക്കുക ദഹിപൂരി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നല്ല ദഹിപൂരി, നല്ല രസമാണ്. ദഹിപൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര്, എന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ, കഴിക്കുന്ന കാണിച്ചു തരാം. ഇവൻ സേവ് പൂരി ആട്ടോ ഓർഡർ ചെയ്തത്. ഇതാണ് സേവ് പൂരി എന്ന് പറഞ്ഞ സാധനം. ഇങ്ങനെ അങ്ങ് എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടുത്തെ ദഹിപൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ അടിപൊളി സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു, കുറച്ച് ദിവസം മുമ്പ് വന്ന് കഴിച്ചതാണ്. പക്ഷെ അത് പിന്നെയും വന്ന് കഴിക്കാൻ തോന്നി. അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ശരിക്കും ഇന്ന് ഷോപ്പിങ്ങിന് പോയതേ, നെക്സ്റ്റ് ഡേ നമ്മളും മാൽഡീവ്സിലേക്ക് പോവുകയാണ്. ഞാനും ബെറാക്കിയും കൂടെ പോവാം. ബെറാക്കിയുടെയൊക്കെ ഫസ്റ്റ് ഫ്ലൈറ്റ് കേട്ടോ. അവൻ വൈറ്റിലായിരുന്നപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ലല്ലോ, അത് ഫൗളല്ലേ. അവൻ നേരെ വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് അവൻ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. അപ്പോൾ അത് അടുത്ത ദിവസമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞ്. എന്തായാലും എല്ലാം നന്നായിട്ട് നടന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. ആർക്ക്? ആ കടക്കാർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ലേശം പോയി. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. നമുക്കിനി കാണാം. അടുത്ത വ്ളോഗിൽ നമ്മൾ ട്രാവലായിരിക്കും കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വ്ളോഗായിരിക്കും. അപ്പോൾ അതുവരേക്കും ഇറ്റ്സ് us Lesha and Co signing off. Bye bye.